നമസ്കാരം. ഇന്നോടൊപ്പം ഉള്ളത് ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തോട് ഈ തെരഞ്ഞെടുപ്പും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. ചിലപ്പം കേരളത്തിലെ UDF അധികാരത്തിലെത്തി. ഏകദേശം 102 സീറ്റുകളുടെ ഭൂരിപക്ഷത്തിലാണ് എത്തിയിരിക്കുന്നത്. എന്നാൽ ഇതുവരെയായി മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനൊട്ട് കഴിഞ്ഞിട്ടില്ല. ഹൈക്കമാൻഡുമായി മാരത്തോൺ ചർച്ചകൾ നടക്കുന്നു. തീരുമാനം വെയിറ്റിംഗ് ആണ്. ഇപ്പൊ ഈ ഒരു ഘട്ടത്തിൽ ഇപ്പം ശ്രീനാരായണ സഹോദര ധർമ്മവേദി UDFനെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിന്തുണയ്ക്കാനുള്ള തീരുമാനം എടുത്തായിരുന്നില്ല. ഈ ഒരു ഘട്ടത്തിൽ അങ്ങനെയാണെങ്കിൽ ആര് മുഖ്യമന്ത്രിയാണ്? ഇപ്പം രമേശ് ചെന്നിത്തലയുണ്ട്, KC വേണുഗോപാലുണ്ട്, VD സതീശനുണ്ട്. എന്താണ് അങ്ങയുടെ അഭിപ്രായം? ഒരാളെ പിന്തുണയ്ക്കുക എന്നതിനപ്പുറം മുന്നണിയുടെ ഐക്യത്തിനാണ് എപ്പോഴും ഞങ്ങൾ മുൻതൂക്കം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഭരണത്തിൽ ആര് മുഖ്യമന്ത്രിയായാലും അതിനെ സ്വാഗതം ചെയ്യുന്ന നിലപാടാണ് ശ്രീനാരായണ സഹോദര ധർമ്മവേദിക്കുള്ളത്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുവാനുള്ള സ്വാതന്ത്ര്യം ആ മുന്നണിക്ക് നേതൃത്വം നൽകിയ കോൺഗ്രസ് പാർട്ടിക്കും അതുപോലെ ഹൈക്കമാൻഡിനുമൊക്കെയാണുള്ളത്. അതിന് അഭിപ്രായം പറയുക എന്നുള്ളത് അഭികാമ്യമല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ആര് അധികാരത്തിൽ വന്നാലും മുഖ്യമന്ത്രിയായിട്ട് ഇവരിൽ 3 പേരോ ഇനി UDF വേറെ ആരെങ്കിലും വന്നാലോ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. സർ, മുൻകാലങ്ങളെ നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരു തവണ രാജഗോപാൽ ജയിച്ചു എന്നുള്ളത് നമുക്ക് മാറ്റി നിർത്താം 2016. അതിനുശേഷം 2021 ആ നിയമത്തുണ്ടായിരുന്ന ആ മണ്ഡലവും കൂടി BJPക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് ഈ 2026 തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ വലിയൊരു മാറ്റം NDA നയിക്കുന്ന BJPക്ക് ഉണ്ടായിട്ട് കാണാം. പ്രധാനമായിട്ടും നമ്മൾ നിയമം എന്നുള്ള മാറ്റി നിർത്തിയാൽ കഴക്കൂട്ടം, ചാത്തന്നൂർ എന്നീ പറയുന്ന 2 മണ്ഡലങ്ങൾ വളരെ പ്രാധാന്യത്തോട് കാണേണ്ടി വരും. കാര്യം ചാത്തന്നൂരുള്ള ഒരു സാമുദായിക സമവാക്യം കഴക്കൂട്ടത്തും അത് തന്നെ പ്രവർത്തിച്ചായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ മറ്റ് മുന്നണികളോട് അല്ലെങ്കിൽ മറ്റ് മുന്നണികൾ, അതായത് UDF, LDF എന്ന് പറയുന്ന ഈ 2 മുന്നണികളാണ് കാലാകാലങ്ങളായി കേരളം ഭരിച്ചു വരുന്നത്. ഇവരുടെ എന്താണ് ഇവർ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പാഠം എന്നുള്ളത്? ഇപ്പോൾ മറ്റ് തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഈ തെരഞ്ഞെടുപ്പ് ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു രാഷ്ട്രീയത്തിലേക്കുള്ള ചൂണ്ടുവലകയാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ ഇവിടെ ചൂണ്ടിക്കാട്ടാവുന്നത് എന്ന് പറയുന്നത് ഇപ്പോൾ ചാത്തന്നൂർ മണ്ഡലത്തിലും കഴക്കൂട്ടം മണ്ഡലത്തിലും എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഈ 2 മണ്ഡലങ്ങളിലും ഈഴവ സ്ഥാനാർത്ഥിയാണ് നിർത്തിയിട്ടുള്ളത്. അവരാണ് അവിടെ വിജയിച്ചു വന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് ഇരു മുന്നണികളും, അതായത് LDF ആയാലും UDF ആയാലും മനസ്സിലാക്കേണ്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഇവർ ഈ വിജയത്തിൽ നിന്ന് ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പിന്നോക്ക വിഭാഗങ്ങളെ അധികാരത്തിൽ പ്രാതിനിധ്യം നൽകുകയാണെങ്കിൽ തീർച്ചയായും വരും കാലങ്ങളിലും ഈ BJPക്കുണ്ടായ ഒരു നേട്ടം ഇവർക്ക് സാധ്യമാകും എന്ന് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ വരാൻ പോകുന്നത് എന്താണ് എന്നുള്ളത് നമ്മൾ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഇത് മറ്റ് ഭാഗങ്ങളിലെല്ലാം ഇത് ആവർത്തിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നോക്ക വിഭാഗങ്ങൾ ഈ പ്രാവശ്യം വോട്ട് ചെയ്തിരിക്കുന്നതിൻ്റെ പാറ്റേൺ നോക്കുമ്പം തന്നെ നമുക്കത് കൂടുതലായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അത് ഈ ഇരു മുന്നണികളും മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു അപകടത്തിൻ്റെ സൂചന കൂടിയായിരിക്കും, ഈ മുന്നണികൾക്കുള്ള ഒരു താക്കീത് കൂടിയായിരിക്കും ഈ പ്രാവശ്യം ഈ ചാത്തന്നൂർ മണ്ഡലത്തിലും കഴക്കൂട്ടം മണ്ഡലത്തിലും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതെ, ശരിക്കും നമ്മൾ പിന്നീട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാറേ, ഈ സാർ പറഞ്ഞ വളരെ കറക്റ്റാണ്. ഈ ഒരു നമുക്കറിയാം CPMന്റെ ഒരു അടിസ്ഥാന വോട്ടുകൾ എപ്പോഴും കിടക്കുന്നത് ഒരു ഈഴവരാതി പിന്നോക്ക സമുദായങ്ങളിൽ തന്നെയാണ്. അപ്പം അങ്ങനെ ഉള്ള പല മണ്ഡലങ്ങളിൽ ഇപ്പൊ നമുക്കറിയാം കായംകുളം പോലെയുള്ള മണ്ഡലം, അങ്ങനെ ചില മണ്ഡലങ്ങളിൽ ഈ ഈഴവ വോട്ടുകൾക്കാണ് കൂടുതൽ പ്രാതിനിധ്യമുള്ളത്. അവരാകട്ടെ CPMന് കാലാകാലങ്ങളായി വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഈ പറയുന്ന പല മണ്ഡലങ്ങളിലും ഒരു വോട്ട് കൃത്യമായി CPMലേക്ക് എത്തിച്ചേരാതിരിക്കുകയും എന്നാൽ അവിടെ UDFന് മികച്ച വിജയം ഉണ്ടാക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ്. എങ്ങനെയാണ് സാർ അതിനെ നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും ഇത്തവണ അങ്ങനെ ഒരു നീക്കം സമുദായത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. കാരണം പിണറായി വിജയൻ്റെ ഭരണത്തോടുള്ള വിയോജിപ്പ് കൊണ്ട് തന്നെയാണ് CPMന്റെ അടിസ്ഥാന വോട്ടർമാരായ ഈഴവരാതി പിന്നോക്ക വിഭാഗങ്ങൾ ഇത്തവണ UDF സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്തിട്ടുള്ളത്. അതിനുദാഹരണം നമുക്ക് കാണാൻ കഴിയും.
ഏറ്റുമാനൂര് ഏറ്റവും പ്രബലനായ പിണറായിയുടെ അടുപ്പക്കാരനായ മന്ത്രിമാരിൽ ഒരാളാണ് ഏറ്റുമാനൂര് മത്സരിച്ചത്. അതേപോലെ തന്നെ കായംകുളം, ആലപ്പുഴ മണ്ഡലങ്ങളെടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെയെല്ലാം ഈഴവരാതി പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ടുകൾ കാര്യമായി UDFിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതിൻ്റെ മുന്നേറ്റമാണ് CPMൻ്റെ ഉറച്ച കോട്ടയെന്ന് അവകാശപ്പെടാവുന്ന ഈ മണ്ഡലങ്ങൾ പോലും LDFന് നഷ്ടപ്പെടാൻ കാരണമായിട്ടുള്ളൂ. സർ, അതോടൊപ്പം ഈ LDFിനുണ്ടായ ഒരു കനത്ത പരാജയം, ഈ പരാജയത്തെ തുടർന്ന് ഏറ്റവും അധികം ഉയർന്നു കേട്ട ഒരേ ഒരു പേരേ ഉള്ളൂ, വെള്ളാപ്പള്ളി നടേശൻ. SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ കാരണമാണ് UDFകാർ അദ്ദേഹത്തിന്റെ പോസ്റ്റ് അടിക്കുന്നു നന്ദി സൂചകമായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ട്രോളുകൾ അടക്കം വന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്തവണ തെരഞ്ഞെടുപ്പ് അഭിമുഖീകരിച്ചുകൊണ്ട് ഒരു സർക്കാർ അധികാരത്തിലേൽക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്താണ് ആ ഒരു സർക്കാരിനോട് സാറിന്റെ സംഘടന പിന്തുണ UDFന് നൽകിയിട്ടുണ്ട്, ആ ഒരു സാഹചര്യത്തിൽ എന്തായിരിക്കും അവരോട് UDF സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ള ഒരു കാര്യം? നമുക്കിപ്പം മാറുന്ന കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ കാണാനും പഠിക്കാനും UDF നേതൃത്വം തയ്യാറാകണമെന്നുള്ളതാണ്. SNDP യോഗത്തെ കാർന്നു തിന്നുന്ന അയോഗ്യനായ വെള്ളാപ്പള്ളി നടേശൻ എന്ന വ്യക്തിയെ ആ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുവാനും അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള മൈക്രോ ഫിനാൻസ് അഴിമതിയും KK മഹേശൻ്റെ ആത്മഹത്യ അടക്കമുള്ള, നിങ്ങൾക്കറിയാം 270ഓളം കേസുകളാണ് നിലനിൽക്കുന്നത്. ഈ കേസുകളുമായി ബന്ധപ്പെട്ട നടപടികൾ വേഗത്തിലാക്കുന്നതിനുള്ള നീക്കങ്ങൾ സ്വീകരിക്കണം എന്നുകൂടിയാണ് ഞങ്ങൾക്ക് ഇപ്പോൾ അവകാശപ്പെടാനുള്ളത്. നമ്മൾ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം, വെള്ളാപ്പള്ളി നടേശൻ പിന്തുണച്ചത് LDFനെയാണ്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ LDFനെ പിന്തുണയ്ക്കുകയും ഇവിടെ UDF വൻപിച്ച ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരികയും ചെയ്തതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ശ്രീനാരായണീയർ എത്രത്തോളം വെള്ളാപ്പള്ളി നടേശനെ എതിർക്കുന്നു എന്ന് വേണം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. കാരണം വെള്ളാപ്പള്ളി നടേശൻ പറയുന്നിടത്തല്ല ശ്രീനാരായണ സമൂഹം വോട്ട് ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ LDF ഗവൺമെൻറ് ഒരുപാട് അവിശുദ്ധമായി വെള്ളാപ്പള്ളി നടേശന് ആ കസേരയിലിരിക്കുവാനുള്ള സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. ഇത് ശ്രീനാരായണീയരുടെ മനസ്സിന് വലിയ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നീക്കം LDF ഗവൺമെൻറ്റും അല്ലെങ്കിൽ പിണറായി സർക്കാരും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ LDF ഗവൺമെൻറ്റിന് ഇത്രയും വലിയ അധപ്പതനം ഉണ്ടാകേണ്ടി വന്നത്. കാരണം LDF ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ അത് അടിസ്ഥാന വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഈഴവരാതി പിന്നോക്ക ജനവിഭാഗങ്ങളാണ്. അവർക്ക് അഭികാമ്യമല്ലാത്ത തരത്തിൽ ഇവിടുത്തെ ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷമായിട്ട് വെള്ളാപ്പള്ളി നടേശനെ സംരക്ഷിച്ചു. ഞാനിപ്പോൾ ഈ പറഞ്ഞ കേസുകളിലെല്ലാം വെള്ളാപ്പള്ളി നടേശൻ എന്നേ ഈ സ്ഥാനത്തു നിന്നും അയോഗ്യനായി പുറത്തു പോകേണ്ട സമയം കഴിഞ്ഞതാണ്. ഈ സമയത്തെല്ലാം വെള്ളാപ്പള്ളി നടേശനെ സംരക്ഷിച്ചത് പിണറായി സർക്കാർ. അത് കണ്ട് മനം മടുത്ത ഈഴവ പിന്നോക്ക ജനവിഭാഗം ഒരു മാറ്റം ഇവിടെ ഉണ്ടാകണമെന്ന് വലുതായി ആഗ്രഹിച്ചു. അതിനവർ UDFനെ അധികാരത്തിൽ കൊണ്ടുവരാനും ശ്രമിച്ചിട്ടുണ്ട്. ഇനി കൂടുതലായി ഈ ഈഴവ പിന്നോക്ക ഐക്യത്തിൻ്റെ അവരുടെ അവകാശങ്ങൾ, സാമൂഹിക നീതി നടപ്പിലാക്കുകയാണെങ്കിൽ ഇവിടെ ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും അവർക്ക് പിന്തുണ ഈഴവരാതി പിന്നോക്ക സമുദായം ചെയ്യും എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തമാണ് ഈ പ്രാവശ്യത്തെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം കൂടുതലായി ഇവിടെ സാമൂഹിക നീതി നടപ്പിലാക്കുക. നമുക്കറിയാം, ഇവിടുത്തെ ജനസംഖ്യ ആനുപാതികമായിട്ട് ഇവിടുത്തെ അധികാരങ്ങൾ പങ്കുവയ്ക്കപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ സാമൂഹിക നീതി നടപ്പിലാവുകയുള്ളൂ.
ആ സാമൂഹ്യ നീതി നടപ്പിലാക്കുവാൻ ഇവിടെ വരുന്ന സർക്കാരുകൾ തയ്യാറാവണം. എങ്കിൽ മാത്രമേ ഇവിടെ സമത്വം എന്ന ആശയം നടപ്പാക്കാൻ കഴിയുകയുള്ളൂ. ആ സാമൂഹിക നീതി ഉറപ്പുവരുത്തിക്കൊണ്ട് UDF ഗവൺമെൻറ് മുന്നോട്ട് പോകണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ഈ അധികാരത്തിലേക്ക് വന്നിരിക്കുന്ന UDF ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുവാനുള്ളത്. അത് നടപ്പാക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. എല്ലാ പിന്തുണയും തുടർന്നും ഈ ഈഴവാദി പിന്നോക്ക സമുദായ അംഗങ്ങളുടെ പിന്തുണ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ആ ചെയ്യുന്ന സർക്കാരിനുണ്ടായിരിക്കും എന്ന് മാത്രം പറയുവാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. ഓക്കെ സർ, വളരെ നന്ദി. താങ്ക് യു.